രാജ്യത്തിന്റെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പുതിയ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ഏപ്രിൽ 18 ശനിയാഴ്ച ഒരു പ്രത്യേക യോഗം വിളിച്ചു ചേർത്തു. രാജ്യത്തെ പ്രമുഖരായിട്ടുള്ള 14 മുസ്ലിം വ്യക്തിത്വങ്ങളായിരുന്നു അവിടെ എത്തിയത്. അവരോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞ ഒരു വാചകമുണ്ട്: ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കപ്പലാണ്, നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യണം, അല്ലെങ്കിൽ ഒന്നിച്ച് മുങ്ങും. രാജ്യത്തിന്റെ ഐക്യത്തെക്കുറിച്ചിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു സന്ദേശം കൂടിയായിരുന്നു അത്. വെറുമൊരു ഔപചാരിക കൂടിക്കാഴ്ച ആയിരുന്നില്ല ഇത്. വ്യവസായം വിദ്യാഭ്യാസ പ്രവർത്തകനുമായിട്ടുള്ള സഫർ സരേഷ്വാലയുടെ നേതൃത്വത്തിൽ എത്തിയ സംഘത്തിന്റെ ആശങ്കകളും നിർദ്ദേശങ്ങളും 1.5 മണിക്കൂറോളം ഡോവൽ ക്ഷമയോടെ കേട്ടിരുന്നു. പ്രധാനമായും വിദ്യാഭ്യാസ തൊഴിൽ അവസരങ്ങളെ കുറിച്ചിട്ടുള്ള വിഷയങ്ങളാണ് ഈ സംഘം യോഗത്തിൽ ഉന്നയിച്ചത്. മുസ്ലിങ്ങളോട് യാതൊരുവിധ വിവേചനവും പാടില്ലെന്നും അതേസമയം അവർക്ക് പ്രത്യേക പരിഗണന നൽകേണ്ടതില്ലെന്നും എല്ലാവർക്കും തുല്യ അവസരം ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് വേണ്ടതെന്നുമൊക്കെ സംഘം ഈ യോഗത്തിൽ ആവശ്യപ്പെട്ടു. രാജ്യത്തിന്റെ വളർച്ചയ്ക്കുള്ള മാർഗനിർദ്ദേശങ്ങളും തന്റെ കാഴ്ചപ്പാടും ഡോവൽ അവരുമായി പങ്കുവയ്ക്കുകയും ചെയ്തു. രാഷ്ട്രീയ നേതാക്കളെയല്ല, മറിച്ച് സമൂഹത്തിന്റെ വിവിധ തുറകളിൽ വിജയം വരിച്ചവരെയാണ് ഡോവൽ ഈ ഒരു യോഗത്തിനായി തിരഞ്ഞെടുത്തത് എന്ന കാര്യം വളരെ ശ്രദ്ധേയമാണ്. അലിഗഡ് മുസ്ലിം സർവകലാശാല വൈസ് ചാൻസലർ നൈമ ഖാത്തുൻ, എയിംസ് ഡോക്ടർ നിഷാദ് ഹുസൈൻ, മാധ്യമപ്രവർത്തക സമീന ഷെയ്ഖ് എന്നിവരെ കൂടാതെ KP ഗ്രൂപ്പ് ചെയർമാൻ ഷാറൂഖ് പട്ടേൽ, ജർമ്മൻ സ്റ്റീൽ CMD ഇനാമുൽ ഹഖ് ഇറാഖി, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇബ്രാറുൽ ഹഖ് ഇറാഖി, നൈറ്റോൺ വാൽവ്സ് CEO ജുനൈദ് ഷെരീഫ്, GLS സ്വിച്ച് ഗിയർ ഡയറക്ടർ സഫർ ലാറി എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ദാവൂദി ബോറ നേതാവ് ജമാഅത്ത് അൽതാഫ് സാദിക്കോട്ട്, ഹജ്ജ് കമ്മിറ്റി ചെയർപേഴ്സൺ കൗസർ ജഹാൻ, പരിസ്ഥിതി പ്രവർത്തകൻ സഹർ ഭാംല, കമ്മ്യൂണിറ്റി ലീഡർ ഹാജി റായ്മ എന്നിവരും ഈ 14 അംഗ സംഘത്തിന്റെ ഭാഗമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ പല വിഷയങ്ങളും ഊതിവീർപ്പിക്കപ്പെടുകയും മുസ്ലിങ്ങൾ ലക്ഷ്യം വയ്ക്കപ്പെടുകയും ചെയ്യുന്നതിനുള്ള ആശങ്കകൾ സമീന ഷെയ്ഖ് പങ്കുവച്ചപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങളും ഡോവൽ നിർദ്ദേശിച്ചു. മുസ്ലിം സമുദായത്തെ കേവലം വോട്ട് ബാങ്കായി കാണുന്ന പതിവ് രാഷ്ട്രീയത്തിൽ നിന്നുള്ള വലിയൊരു മാറ്റമാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകർ അങ്ങനെയാണ് ഈ മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഈ നീക്കത്തെ വിലയിരുത്തുന്നത്. വളരെ പ്രായോഗിക ചിന്താഗതിയുള്ള ഒരു തന്ത്രജ്ഞനാണ് അജിത് ഡോവൽ എന്നാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകയായിട്ടുള്ള ഷീല ഭട്ട് ഈ നീക്കത്തെ വിശേഷിപ്പിച്ചത്. ന്യൂനപക്ഷങ്ങളെ കേൾക്കാൻ സർക്കാർ തയ്യാറാണെന്ന വലിയൊരു സന്ദേശമാണ് ഇതിലൂടെ ലഭിക്കുന്നതെന്ന് യോഗത്തിൽ പങ്കെടുത്ത അഞ്ജുമൻ ഇസ്ലാം പ്രസിഡന്റ് സഹീർ ഖാസി വ്യക്തമാക്കി. 2023 ജൂലൈയിൽ ഡോവൽ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ഇസ്ലാം മതത്തിന് സവിശേഷവും അഭിമാനകരവുമായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. ലോകത്തെ 2ാമത്തെ വലിയ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമാണ് നമ്മുടേത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു ക്ഷണം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റമായിട്ടാണ് സമുദായ നേതാക്കൾ കാണുന്നത്. ഇതൊരു തുടക്കം മാത്രമാണെന്നും ഭാവിയിലും ഇത്തരം ചർച്ചകൾ തുടരുമെന്നുമാണ് സഫർ സരേഷ്വാല വ്യക്തമാക്കിയിട്ടുള്ളത്. മതങ്ങൾ തമ്മിലുള്ള ഐക്യം ഊട്ടിയുറപ്പിക്കാനും തെറ്റിദ്ധാരണകൾ മാറ്റാനും ഇത്തരം സംവാദങ്ങൾ ഒരു പാലമായി മാറും. രാജ്യം ഒറ്റക്കെട്ടായി ഒരേ കപ്പലിൽ സുരക്ഷിതമായി മുന്നോട്ട് പോകണമെന്ന വ്യക്തമായിട്ടുള്ള ഒരു സന്ദേശമാണ് അജിത് ഡോവൽ ഈ കൂടിക്കാഴ്ചയിലൂടെ നൽകുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.